രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാടെടുത്തിരിക്കുന്നത്. KPCCയും രാഹുൽ മാങ്കൂട്ടത്തെ കൈവിട്ടു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോടുള്ള പ്രതികരണം അവസാനിപ്പിച്ചിട്ട് തന്നെ 3 ദിവസം പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ രാജിവെക്കുമെന്നും രാഹുൽ പ്രതികരിക്കുമെന്നും കരുതി മാധ്യമങ്ങൾ അവിടെ ചെന്നിരുന്നു. പക്ഷേ വളരെ നാടകീയമായി അവസാന നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം നടത്താതെ പിന്മാറുകയായിരുന്നു. ഏതായാലും ഇന്ന് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ട്. AICC തന്നെ, ഹൈക്കമാൻഡ് തന്നെ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. KPCCയും കൈവിട്ടിരിക്കുന്നു. ഇനി രാഹുലിൻ്റെ നിലപാടാണ് അറിയേണ്ടത്. രാഹുൽ അടൂരിലെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സുജു ടി ബാബു രാഹുലിൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, ഇന്ന് സുജു ഇപ്പോൾ നിലവിൽ രാഹുലിൻ്റെ വീട്ടിന് മുന്നിലേക്ക് കൂടുതൽ മാധ്യമപ്രവർത്തകർ എത്തിയിട്ടുണ്ടാകണം. ഇന്നലെ വൈകുന്നേരത്തെ അതേ സാഹചര്യം തന്നെയാണ്. നിലവിൽ ഒരു രാജിയിലേക്ക് ആണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, രാഹുൽ രാജിവെക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. നമ്മൾ ഈ വീടിൻ്റെ മുമ്പിൽ രാഹുലിൻ്റെ വീടിൻ്റെ മുമ്പിൽ ബാരിക്കേഡ് പോലീസ് വെച്ചിട്ട് ഇപ്പോൾ 4 ദിവസം പിന്നിടുകയാണ്. അതായത് 4 ദിവസം കഴിയുമ്പോൾ രാഹുലിൻ്റെ അവസ്ഥ കൂടുതൽ പരിങ്ങിലേക്ക് മാറുകയാണ്. ആദ്യ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രാഹുലിന് പിന്തുണ നൽകിയിരുന്നു. പാർട്ടിയിൽ പല ആളുകളും അങ്ങനെ രാഹുലിന് പിന്തുണയുണ്ടായിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഒഴികെയുള്ള നേതാക്കളൊക്കെ തന്നെ രാഹുലിനെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ്. രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്. ഈ ഘട്ടത്തിലാണ് രാഹുൽ വലിയ സമ്മർദ്ദത്തിലാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നാലും കുഴപ്പമില്ല, രാഹുലിൻ്റെ രാജിയാണ് കോൺഗ്രസ് പാർട്ടിയും KPCC ഇപ്പോൾ AICC അറിയിച്ചിരിക്കുന്നത്. അങ്ങനൊരു ഘട്ടത്തിൽ രാഹുൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഇന്നലെ വാർത്താ സമ്മേളനം രാഹുൽ വിളിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ രാഹുൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രാജി വെക്കില്ല എന്ന്. അതൊക്കെ സൂചിപ്പിക്കുന്നത് വാർത്താ സമ്മേളനം രാജി പ്രഖ്യാപനം നടത്താൻ വേണ്ടിയല്ല രാഹുൽ നടത്താൻ തീരുമാനിച്ചിരുന്നു, മറിച്ച് മറ്റു ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു. ആ മറ്റു ചില കാര്യങ്ങളാണ് KPCC നേതൃത്വത്തെ ആശങ്കയിലാക്കിയതും ആശങ്കപ്പെടുത്തിയതും. അതിനെ തുടർന്നാണ് ഇന്നലെ കോൺഗ്രസ് നേതൃത്വം രാഹുലിനോട് വാർത്താ സമ്മേളനം നടത്തരുതെന്ന് ആവശ്യപ്പെട്ടത്. രാഹുൽ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവസാനം പിൻവാങ്ങിയത്. സിജു, ഈ വിവാദമുണ്ടാവും. ഞാൻ സൂചിപ്പിച്ച ഈ ബാരിക്കേഡ് പോലീസ് സുരക്ഷയൊരുക്കുന്നത് ഇരിക്കുന്ന 4 ദിവസം എന്ന് പറയുമ്പോൾ അന്നു മുതൽ തന്നെ ഈ യുവമാധ്യമ പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ വന്നതിന് അത് രാത്രിയിലാണ് വരുന്നത്. അടുത്ത ദിവസം പുലർച്ചെ മുതൽ തന്നെ 7 മണി മുതൽ തന്നെ മാധ്യമങ്ങൾ ഇവിടെ രാഹുലിൻ്റെ പ്രതികരണത്തായി കാത്തുനിന്നു. ഒരു തവണ മാത്രമാണ് കഴിഞ്ഞ 4 ദിവസത്തിനിടെ രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ 3 ദിവസം പിന്നിടുകയാണ്. കോൺഗ്രസിൻ്റെ യുവ MLA, കോൺഗ്രസിന് വേണ്ടി മാധ്യമ ചർച്ചകളിലൊക്കെ ഏറ്റവും സജീവമായി നിന്ന MLA കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ വലിയ പ്രതിരോധത്തിലാണ്. പ്രത്യേകിച്ച് പാലക്കാട് MLA ആണ്. അടൂരിലെ നെല്ലിമുകളുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡ് കൂടി കൈവിട്ട സാഹചര്യത്തിൽ ഈ രാജിപ്രഖ്യാപനം എങ്ങനെ ഉണ്ടാകും? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പ്രത്യക്ഷപ്പെട്ട് അക്കാര്യം വിശദീകരിക്കുമോ, അതോ ഹൈക്കമാൻഡ് വിശദീകരിക്കുമോ, KPCC നേതൃത്വം അറിയുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഇന്നും മാധ്യമപ്രവർത്തകർ അടക്കം അവിടെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയുന്നതെന്ന് അറിയാൻ. അന്ന് ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത് അറിയാം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, നിലവിൽ എന്നെ കാരണം പാർട്ടി പ്രവർത്തകർ, പാർട്ടി പ്രതിസന്ധിയിലാകരുത്, മറുപടി പറയേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാകരുത്, അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതെന്നാണ്. കാര്യങ്ങൾ ഓരോ ദിവസം പിന്നിട്ടപ്പോൾ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. ഗർഭചിത്രം അടക്കമുള്ള കുറ്റങ്ങളാണ്, ക്രിമിനൽ കുറ്റങ്ങളാണ്, അതിന് പ്രേരിപ്പിച്ച ക്രിമിനൽ കുറ്റങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ എങ്ങനെ മാധ്യമങ്ങൾ അഭിമുഖീകരിക്കുമെന്നുള്ള ചോദ്യം കൂടി ഇവിടെ ഉയർന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അവിടെ നിന്ന് പ്രതികരിക്കുമോ, മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിൽ ചോദ്യങ്ങൾ വരികയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും രാഹുൽ മറുപടി പറയേണ്ട, രാജിയുടെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ രാഹുൽ മറുപടി പറയേണ്ട നിരവധി കാര്യങ്ങളാണ് ചോദ്യചിഹ്നങ്ങളായി രാഹുലിൻ്റെ മുമ്പിലേക്ക്, കോൺഗ്രസിൻ്റെ യുവ MLAയുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അന്ന് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഓഡിയോ സംഭാഷണം രാഹുലിൻ്റെയാണോ? രാഹുൽ അതിന് ഉത്തരം പറയാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. മറ്റ് വധഭീഷണി വരുന്നു, പല യുവതികളുടെ വെളിപ്പെടുത്തൽ വരുന്നു. പല ആളുകളും, പ്രത്യേകിച്ച് നമുക്കറിയാം കോൺഗ്രസിൻ്റെ മുൻ MP യുടെ മകളുമായി ബന്ധപ്പെട്ട പരാതി AICCക്ക് ലഭിച്ചു. ഇതൊക്കെ വളരെ ഗുരുതരമുള്ള ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾക്കൊന്നും രാഹുൽ മറുപടി നൽകുന്നില്ല. അദ്ദേഹം
പൊതുപ്രവർത്തകൻ മാത്രമല്ല ജനപ്രതിനിധി കൂടിയാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധി ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതാണ്. അത് മാധ്യമങ്ങളാണ് ഏറ്റവും നല്ല വഴി. അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങൾ കൂടിയെങ്കിലും രാഹുലിന് പ്രതികരണം നടത്താവുന്നതാണ്. സാധാരണ രാഹുൽ പല വിഷയങ്ങളിലും സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രതികരണം നടത്തുന്നതാണ്. എന്നാൽ ഈ ഒരു ഘട്ടത്തിലും രാഹുൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി പോലും പ്രതികരിക്കുന്നില്ല. അതായത് രാഹുലിന് മിണ്ടാട്ടം മുട്ടിയിട്ട് ഇപ്പോൾ 3 ദിവസമാകുന്നു. രാഹുൽ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ്. ഒരു പക്ഷേ രാഹുൽ ഇപ്പോഴും ഈ രാജി പ്രഖ്യാപനം ആവശ്യപ്പെടുന്ന നേതൃത്വത്തോട് അതിന് പോസിറ്റീവായി ഒരു അനുകൂല മറുപടി നൽകിയിട്ടില്ല. രാഹുലിന് MLA സ്ഥാനത്ത് തുടരണമെന്നുള്ള ആഗ്രഹം കാണും. ആ വ്യാമോഹത്തിൽ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ MLA പദവിയിൽ കടിച്ചു തൂങ്ങാൻ തന്നെയായിരിക്കാം രാഹുലിൻ്റെ തീരുമാനമെന്നാകാം സാധ്യത. എന്തായാലും പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് KPCC AICCയോട് രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുമ്പോൾ രാജി നിവൃത്തിയില്ലാതെ ഒരുപക്ഷെ രാഹുൽ രാജിവെക്കാം. അല്ലെങ്കിൽ കോൺഗ്രസിന് മുമ്പിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക, പാർട്ടിയിൽ നിന്ന് ഏതാണ്ട് 6 വർഷത്തിലധികത്ത് വർഷമോ വിലോ സസ്പെൻഡ് ചെയ്യുക, അത്തരം ചില മറ്റ് കടുത്ത നടപടികളാണ് പോംവഴിയായി മുമ്പിലേക്ക് ചില ആളുകളെങ്കിലും നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ രാഹുൽ ആദ്യം മൗനത്തിലേക്കാവുമ്പോൾ അല്ലെങ്കിൽ വാർത്താസമ്മേളനം നടത്തുന്നതുവരെ രാഹുലിന് കൃത്യമായി തന്നെ പല നേതാക്കളുടെയും VD സതീശൻ്റെ ഉൾപ്പെടെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സതീശൻ തന്നെ പരസ്യമായി ഒരു പരിധിവരെ രാഹുലിനെ തള്ളിപ്പറയുന്നതും രാഹുലിൻ്റെ രാജി സൂചിപ്പിക്കുന്ന തരത്തിൽ പ്രതികരണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ രാഹുലിനെ പരസ്യമായി ചേർത്ത് പിടിക്കുന്ന പ്രമുഖ നേതാക്കളിൽ ഷാഫി പറമ്പിൽ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ രാഹുലിന് എതിരായി കഴിഞ്ഞു. പ്രത്യേകിച്ച് VD സതീശനും വലിയ സമ്മർദ്ദത്തിലാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ മുമ്പ് അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീടിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും AICCയും KPCCയും കൈവിട്ട സാഹചര്യത്തിൽ രാജി എപ്പോഴുണ്ടാകും എന്നത് ആണ് കേരളം കാത്തിരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷ മറ്റ് രാഷ്ട്രീയ പാർട്ടികളല്ല രാഹുലിൻ്റെ രാജിയിൽ ശക്തമായ സമീപനം എടുത്തിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. രാഹുൽ രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അവരുടെ പാർട്ടി തന്നെയാണെന്ന് പല പാർട്ടികളും നേരത്തെ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ പാർട്ടിയെ, കോൺഗ്രസിനെ, അതോടൊപ്പം തന്നെ AICCയെ കാത്തിരിക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാകണം ഇപ്പോൾ രാജിയിലേക്ക് തന്നെ പോവുക എന്ന് AICC തീരുമാനമെടുത്തിരിക്കുന്നത്. ഹൈക്കമാൻഡ് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഉടൻ രാജി ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് പങ്കുവച്ചത്. അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ സുജു ടി ബാബുവുമാണ് നൽകിയത്.